ഇറാൻ US സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ വീണ്ടും ഇറാനുമേൽ കൊള്ളിവെച്ചാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത്. ഇറാൻ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദം സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് എന്നും മാത്രമല്ല ഇറാനെ ഒരിക്കൽ പോലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ഇതിൽ നിന്നും താൻ ഒരടി പിന്നോട്ട് പോകില്ല എന്നതാണിപ്പോൾ പരസ്യ പ്രസ്താവനയായി തന്നെ ട്രംപ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇറാനേക്കാൾ ഏറ്റവും കൂടുതൽ ഭീകരവാദം സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. എന്നാൽ പാകിസ്ഥാനോടാകട്ടെ ട്രംപ് മൃദു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്ന വേളയിൽ പോലും ഇന്ത്യക്കൊപ്പം നിൽക്കാതെ ട്രംപ് ആകട്ടെ ഇവിടെ വലിയ രീതിയിൽ പാകിസ്ഥാനോടൊപ്പം ചേർന്നുകൊണ്ട് പല കഥകളും അവിടെ മെനഞ്ഞതും അല്ലെങ്കിൽ പല നാടകങ്ങളും കളിച്ചതായിട്ടുള്ള കഥകൾ നാട്ടിൽ പാട്ടായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ പാകിസ്ഥാനോട് ചേർന്ന് അവിടെ നിന്നുകൊണ്ടുള്ള ഇത്തരം നിലപാടാണ് ഇപ്പോൾ പല രീതിയിലും ട്രംപ് സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ട്രംപിന്റെ ഒരു നാക്കുപിഴ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. താൻ ഇടപെട്ട് അവസാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൊല്ലപ്പെടുമായിരുന്നു എന്ന ട്രംപിന്റെ പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ അദ്ദേഹത്തിന് സംഭവിച്ച നാക്കുപിഴയായി തന്നെ എടുത്തു കാണിച്ചുകൊണ്ടുള്ള വാദമുഖങ്ങൾ രംഗത്ത് വരുന്നത്. ആണവായുധങ്ങളിലേക്ക് നീങ്ങുമായിരുന്ന യുദ്ധമാണ് അവസാനിപ്പിച്ചതെന്നും അല്ലായിരുന്നുവെങ്കിൽ 3.5 കോടി പേർ കൊല്ലപ്പെടുമായിരുന്നു എന്നതാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും കൊല്ലപ്പെട്ട എന്ന വാർത്ത ട്രംപ് നൽകുന്നത്. ഇത് അദ്ദേഹത്തിന്റെ നാക്കുപിഴ അല്ലെങ്കിൽ അത്തരം ഒരു സംഭവമായി തന്നെ വിലയിരുത്തുമ്പോൾ ഇതേക്കുറിച്ച് ട്രംപ് ആകട്ടെ പിന്നീട് ഒരു വിശദീകരണത്തിനും അദ്ദേഹം തുനിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത് നൽകിയിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ US കോൺഗ്രസിന്റെ സംയുക്ത സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇത്തരത്തിൽ ട്രംപ് വലിയൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 12 മാസക്കാലത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ തിരിച്ചുവരവാണ് എന്നും അവിടെ സുവർണ കാലഘട്ടമാണ് നടന്നിരിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയുടെ ശത്രുക്കളാകെ തന്നെ ഭയക്കുകയാണ്. ഇത് അമേരിക്കയുടെ തിരിച്ചുവരവാണ് എന്നും സുവർണ കാലഘട്ടമാണ് എന്നും ട്രംപ് പറയുന്നു. അതേപോലെ തന്നെ അമേരിക്കയുടെ ശത്രുക്കളാകെ തന്നെ ഭയന്നിരിക്കുകയാണ്. നഷ്ടപ്പെട്ട അഭിമാനം അമേരിക്ക എൻ്റെ കഴിഞ്ഞ 1 വർഷക്കാലത്തെ ഭരണ കാലയളവിൽ തന്നെ അത് തിരിച്ചു പിടിച്ചുവെന്നും അമേരിക്ക ആകട്ടെ എൻ്റെ മുൻഗാമിയുടെ ഭരണകാലത്ത് ഏറെക്കുറെ തന്നെ ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നുവെന്നും ഇപ്പോൾ ഏറെക്കുറെ തന്നെ അത് ഉറപ്പായതായും ട്രംപ് പറയുന്നു. എൻ്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കയുടെ ഒരു മുഖ്യ പണപ്പെരുപ്പം അത് 5 വർഷത്തെ താഴ്ചയിലേക്ക് ഇടിഞ്ഞുവെന്നും പെട്രോൾ അതേപോലെ തന്നെ പ്രകൃതിവാതക വില കുത്തനെ കുറഞ്ഞുവെന്നും മുട്ട ബീഫ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ വില കുത്തനെ കുറഞ്ഞതായും മുട്ട വില കുറഞ്ഞത് 60% എന്ന് പോലും ട്രംപ് ഈ ഒരു വേളയിലൂടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇറാനിലെ പ്രശ്നവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.